ഹായ് വ്യൂവേഴ്സ്, നമുക്കിന്ന് ഒളിമ്പിക്സ് 2024 ഇന്ത്യയുടെ പ്രകടനം നോക്കാം. ഓക്കെ, നിങ്ങൾ ബോർഡ് ശ്രദ്ധിക്കൂ. കണ്ടോ, ഞാൻ ആകെ നീരജ് ചോപ്രയുടെ പേര് മാത്രമാണ് കറുത്ത അക്ഷരത്തിൽ എഴുതിയിട്ടുള്ളത്. ബാക്കിയെല്ലാം വേറെ റെഡ് ലെറ്ററിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയെന്നറിയോ? നീരജ് ചോപ്രയ്ക്ക് മാത്രമാണ് വെള്ളി ലഭിച്ചത്, ബാക്കി എല്ലാവർക്കും വെങ്കല മെഡലാണ് ലഭിച്ചത്. അപ്പോൾ നീരജ് ചോപ്രയ്ക്ക് ജാവലിൻ ത്രോയിലാണ് വെള്ളി മെഡൽ നേടിയത്. ഇനി PSC പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ ലഭിച്ച 2024 പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയ്ക്ക് സ്വർണം നേടിയത് ആരാണ് എന്ന്. അന്ന് സ്വർണം നേടിയത് പാകിസ്ഥാന്റെ അർഷാദ് നദീമാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജിന് സ്വർണം ലഭിച്ചിരുന്നു. എന്നാൽ പാരീസിലെത്തിയപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിലെത്തിയപ്പോൾ നീരജിന് വെള്ളി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അതിനെപ്പറ്റി നീരജിന്റെ അമ്മയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു എന്ന് വെച്ചാൽ, അർഷാദ് നദീമും തൻ്റെ പുത്രൻ തന്നെയാണ് എന്നാണ് നീരജ് ചോപ്രയുടെ മാതാവ് മറുപടിയായി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നീരജിന് മാത്രമാണ് വെള്ളി മെഡൽ ലഭിച്ചത് അല്ലേ? ഇനി ആർക്കൊക്കെയാണ് വെങ്കല മെഡൽ ലഭിച്ചത്? വെങ്കല മെഡൽ ലഭിച്ച ആൾക്കാര് ഒന്ന് സ്വപ്നിൽ കുശാലെ. സ്വപ്നിൽ കുശാലയ്ക്ക് 50 മീറ്റർ റൈഫിൾ, പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ഷൂട്ടിങ്ങിലാണ് വെങ്കല മെഡൽ ലഭിച്ചത്. സ്വപ്നിൽ കുശാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മെഡൽ നേടിയ ആൾക്കാരിൽ എല്ലാവരും ഹരിയാനക്കാരായിരുന്നെങ്കിലും സ്വപ്നിൽ കുശാലെ മാത്രം മഹാരാഷ്ട്രക്കാരനാണ്. ബാക്കി എല്ലാവരും ഹരിയാനക്കാര്, സ്വപ്നിൽ കുശാലെ മാത്രം മഹാരാഷ്ട്ര. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഹരിയാന ഗവൺമെന്റ് ഒളിമ്പിക് മെഡലുകൾ കിട്ടാൻ വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവരുടെ ആ ഒരു ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടായിരിക്കണം ഒരുപാട് ഹരിയാനക്കാർക്ക് മെഡൽ ലഭിച്ചത്. ഓക്കെ, സോ ആർക്കൊക്കെയാണ് മെഡൽ നേടിയ മറ്റ് ഹരിയാനക്കാരൊക്കെയാന്ന് നോക്കാം. മനു ഭാക്കർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മുഖമായിരിക്കും മനു ഭാക്കറിൻ്റെത്. മനു ഭാക്കറിന് 2 ബ്രോൺസ് മെഡലുകൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് വ്യക്തിഗതമായ ഒരു മെഡലും പിന്നെ ടീം ഇനത്തിൽ സരബ്ജോത് സിംഗിനൊപ്പമാണ് മനു ഭാക്കറിന് 2ാമത്തെ മെഡല് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ PSC പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, സരബ്ജോത് സിംഗ് ഏത് കായിക ഇനത്തിലാണ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് വെങ്കല മെഡൽ നേടിയതെന്ന്. മനു ഭാക്കറിനെ പറ്റി ചോദിക്കാൻ സാധ്യതയില്ല, കാരണം അവരെ പറ്റി എല്ലാവർക്കും അറിയാൻ സാധ്യതയുള്ളത് കൊണ്ട് സരബ്ജോത് സിംഗിനെ പറ്റിയാണ് ചോദ്യം വരാൻ സാധ്യത. അപ്പൊ ഈ പേര് നിങ്ങൾ നോട്ട് ചെയ്യണം. സരബ്ജോത് സിംഗിന് വെങ്കല മെഡൽ കിട്ടി മനു ഭാക്കറിനോടൊപ്പം. അടുത്തത് അമൻ സെഹ്റാവത്ത്. അമൻ സെഹ്റാവത്തിന് റെസ്ലിംഗ് അല്ലെങ്കിൽ ഗുസ്തിയിലാണ് വെങ്കല മെഡൽ കിട്ടിയത്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് മെഡൽ കിട്ടി. ഇനി ഒരു മെഡലും കൂടി ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. അത് മറ്റാർക്കുമല്ല, ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമിനാണ്. ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമിനും വെങ്കല മെഡൽ തന്നെയാണ് കിട്ടിയത്. അന്ന് ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം ഏത് ടീമിനെയാണ് വെങ്കല മെഡൽ നേടാനുള്ള മത്സരത്തിൽ തോൽപ്പിച്ചത് നിങ്ങൾക്കറിയോ? സ്പെയിനിനെയാണ് ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വെങ്കല മെഡൽ നേടാനുള്ള മത്സരത്തിൽ തോൽപ്പിച്ചത്. സോ നീരജ് ചോപ്രയ്ക്ക് ജാവലിൻ ത്രോയിലാണ്. നീരജ് ചോപ്ര 89.45 മീറ്റർ ആണ് അന്ന് എറിഞ്ഞത് ജാവലിൻ. അന്ന് അർഷാദ് നദീം എറിഞ്ഞത് 92.97 മീറ്റർ ആണ്. നീരജ് ചോപ്ര എറിഞ്ഞ ആ ഒരു ദൂരം നമുക്ക് എങ്ങനെ ഓർമ്മയിൽ വെക്കാന്നറിയോ? ഒരു ജാവലിൻ ത്രോ ചെയ്യുമ്പോൾ 45 ഡിഗ്രിയിലാണ് ത്രോ ചെയ്യേണ്ടത്. സോ 45.45 ആണ്. സോ എത്ര മീറ്റർ ആണ്, എത്ര 0.45 ആണെന്ന് അറിയാനുള്ള ട്രിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, 45ന്റെ ഇരട്ടിയല്ലേ 90, ആ 90ൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ 89.45 മീറ്റർ ആണ് നീരജ് ചോപ്ര എറിഞ്ഞത്. സോ നീരജ് ചോപ്രയ്ക്ക് ശേഷം നീരജ് ചോപ്രയ്ക്ക് മാത്രമാണ് വെള്ളി മെഡൽ കിട്ടിയത്. പിന്നെ വെങ്കല മെഡൽ കിട്ടിയത് സ്വപ്നിൽ കുശാലെ, മനു ഭാക്കറിന് ഇൻഡിവിജ്വൽ മെഡലും ഉണ്ട്. ടീമിനത്തിൽ സരബ്ജോത് സിംഗിനൊപ്പവും മെഡലുണ്ട്. അമൻ സെഹ്റാവത്തിന് റെസ്ലിംഗിലാണ് മെഡൽ കിട്ടിയത്. അതേപോലെ ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമിനും കിട്ടി. അന്ന് ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് ഹർമൻ പ്രീത് സിംഗ് ആണ്. ഗോൾ കീപ്പർ ആയിരുന്നത് നമ്മുടെ മലയാളികളുടെ സ്വന്തം ലെജൻഡായ ശ്രീ PR ശ്രീജേഷ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഒളിമ്പിക്സ് 2024 ഇന്ത്യയുടെ പ്രകടനം, ഇന്ത്യയുടെ മെഡലുകൾ. താങ്ക് യു.